അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 4 കാര്യത്തെക്കുറിച്ച് നാളെ മഹ്ശറ വൻസഭയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ 4 കാര്യങ്ങളെ ചോദിച്ചിട്ടല്ലാതെ ഒരു മനുഷ്യന്റെയും കാല് ഒരടി പോലും മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. 4 കാര്യങ്ങളുണ്ട്. ആ 4 കാര്യത്തെക്കുറിച്ച് ചോദിച്ചിട്ടല്ലാതെ നമ്മളെ നിന്ന സ്ഥലത്ത് നിന്ന് ഒരടി പോലും വെക്കാൻ സാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? ഒന്നാമതായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്നത് നമ്മുടെ ആയുസ്സിനെ കുറിച്ചാണ്. ആയുസ്സിനെ കുറിച്ച് നമ്മളോട് ചോദിക്കപ്പെടും. 20, 30, 40, 50, 60 വർഷമൊക്കെ ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് ഭൂമിയിൽ ജീവിക്കുമ്പോ ഈ ജീവിക്കുന്ന സാഹചര്യത്തിൽ അള്ളാഹുവിന് വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് ചോദിക്കപ്പെടും. രണ്ടാമത് ചോദിക്കുന്നത് വഅൻ ഇൽമിഹി ഫീമാ ഫഅല, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അറിവ് കൊണ്ട് നാം എന്താണ് പ്രവർത്തിച്ചത്, നമ്മുടെ ബുദ്ധിശക്തി ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കപ്പെടും. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ പഠിപ്പിച്ചു തരികയാണ് വഅമ്മാലിഹി മിൻ ഐന ഇക്തസബ, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്ത് അതിനെക്കുറിച്ച് അള്ളാഹു നമ്മോട് ചോദിക്കപ്പെടും. മിൻ ഐന ഇക്തസബ, അത് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയത്? അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്ത് അത് ഏത് രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയത്? അത് മറ്റുള്ളവനെ പറ്റിച്ചിട്ടാണോ, മറ്റുള്ളവനെ കണ്ണീര് കുടിപ്പിച്ചിട്ടാണോ, അതല്ല മറ്റുള്ള എന്തെങ്കിലും ഹറാമായ രീതിയിലാണോ, ഹലാലായ രീതിയിലാണോ, എങ്ങനെയൊക്കെയാണ് നമ്മളെ സമ്പത്ത് ഉണ്ടാക്കിയത്? അതിനെപ്പറ്റി അള്ളാഹു നമ്മോട് ചോദിക്കപ്പെടും. ഈ സമ്പത്തിന്റെ വിഷയം വരുമ്പോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരൊറ്റ ചോദ്യം കൊണ്ട് തീർക്കുമെങ്കിൽ സമ്പത്തിന്റെ വിഷയം വരുമ്പോ 2 ചോദ്യമാണ് ചോദിക്കുന്നത്. ആ സമ്പത്ത് എങ്ങനെയാണ് ഉണ്ടാക്കിയതും അത് ഏത് രീതിയിലാണ് നമ്മൾ ചിലവഴിച്ചിട്ടുള്ളതും, ഏത് രീതിയിലാണ് നമ്മുടെ സമ്പത്ത് ചെലവഴിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കപ്പെടും. നാലാമതായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്നത് വഅൻ ജിസ്മിഹി ഫീമാ അബ്ല, നമ്മുടെ ശരീരത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കപ്പെടും. നമ്മുടെ ശരീരം കൊണ്ട് എന്തൊക്കെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്? ഈ 4 കാര്യങ്ങൾ ചോദിക്കാതെ മഹ്ശറ വൻസഭയിൽ ഒരടി പോലും വെക്കാൻ സാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഈ ഹദീസ് ഞാനിവിടെ പറയാൻ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോടാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. 9, 10, 11, 12 ആളുകൾ കൂടി ഒരൊറ്റ പന്തിന്റെ പിന്നാലെ ഓടിക്കളിക്കുന്ന വേൾഡ് കപ്പ് എന്ന മാമാങ്കത്തിന്റെ പിറകിൽ ലോകം മുഴുവൻ സാക്ഷിയായി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ 10,000 ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ട് പടുകൂട്ടൻ ഫ്ലക്സുകളും മറ്റും നമ്മുടെ വഴിയോരങ്ങൾ കെട്ടിത്തൂക്കപ്പെടുമ്പോ ഈ സമ്പത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുക തന്നെ ചെയ്യും. നാം ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. 1000, 10,000 ലക്ഷങ്ങളും കൊടുത്തുകൊണ്ട് പടുകൂട്ടൻ ഫ്ലക്സുകൾ, 400, 500 അടി ഉയരമുള്ള ഫ്ലക്സുകൾ ഇങ്ങനെ നമ്മുടെ വഴിയോരങ്ങളിലും അതുപോലെ മറ്റുള്ള രാജ്യങ്ങളുടെ പതാകകൾ നമ്മുടെ വഴിയോരങ്ങൾ കെട്ടിത്തൂക്കപ്പെടുമ്പോ എന്റെ പ്രിയമുള്ളവരെ, പച്ചക്ക് വ്യഭിചാരം ഹലാലാക്കുന്ന രാജ്യത്തിന്റെ അതുപോലെ നമ്മുടെയൊക്കെ സഹോദരന്മാരായിരിക്കുന്ന ഫലസ്തീനി ജനങ്ങളുടെ രക്തം കുടിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യക്കാരുടെ ആ പതാക പോലും നമ്മുടെയൊക്കെ വഴിയോരങ്ങൾ കെട്ടിത്തൂക്കപ്പെടുമ്പോ ഇതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുമെന്ന് ചെയ്യും. അതുപോലെ നമ്മുടെയൊക്കെ ഒഴിവ് സമയങ്ങൾ 2 മണിക്കൂർ 3 മണിക്കൂർ സമയം മാറ്റി വെച്ചുകൊണ്ട് അർദ്ധരാത്രി നട്ടപ്പാതിരക്ക് 2 മണിക്കും 3 മണിക്കും 4 മണിക്കും എഴുന്നേറ്റ് ഈ ഫുട്ബോൾ കളി കാണുന്ന എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോടാണ് എനിക്ക് ഈ ഹദീസിനെ ഓർമ്മപ്പെടുത്താനുള്ളത്. നമുക്കുള്ള ഈ ഒഴിവ് സമയത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക തന്നെ ചെയ്യും. അതുപോലെ നിഅമതാനി മഗ്ബൂനു ഫീഹിമാ കസീറൻ മിനൻ നാസ്, അധിക ആളുകളും വഞ്ചിതരായി പോകുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് അസിഹത്തു, ആരോഗ്യമുള്ള സമയമാണ്. മറ്റൊന്ന് അൽ ഫറാഉ, ഒഴിവ് സമയമാണ്.
ഈ രണ്ട് സമയങ്ങളും ഈ രണ്ട് കാര്യങ്ങളും ഉപയോഗിക്കുന്നതിൽ വളരെയധികം ഒരുപാട് ആളുകൾ വഞ്ചിതരായിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ നാം ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ ഈ ഒഴിവ് സമയം ഉപയോഗിക്കുമ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂർ ഇങ്ങനെ ഒഴിവ് സമയങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ്, അത് നമുക്ക് എന്ത് ഉപകാരമാണ് ലഭിക്കുന്നത് എന്ന് നാം ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. 2 മണിക്കൂർ നമ്മൾ കടന്നുറങ്ങേണ്ട സമയം അത് മറ്റുള്ള വിനോദങ്ങളിലേക്ക് മാറ്റിവെക്കുമ്പോ അതുകൊണ്ട് എന്ത് ഉപകാരമാണ് നമുക്കും എന്റെ ശരീരത്തിനും മറ്റു സമുദായങ്ങൾക്കും എന്റെ വീടിനും ഉപകരിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത നാം എല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്ന് പെടുന്നതിന് മുമ്പ് നിങ്ങൾ നന്നായി അമല് ചെയ്യപ്പെടും. ഏതൊക്കെയാണ് ആ 7 കാര്യങ്ങള്? ഒന്നുകിൽ അള്ളാഹുവിനെ മറച്ചു കളയുന്ന സമ്പത്ത് നിനക്ക് അള്ളാഹു നൽകിയേക്കാം. ഇപ്പൊ നിനക്ക് നല്ല സമ്പത്തുണ്ടാകും, ഒരു കുറവില്ല, ബിസിനസ് ഒക്കെ നല്ല പച്ചപിടിച്ച് ഇങ്ങനെ ഉയരങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമ്പത്ത് അള്ളാഹു നിനക്ക് നൽകിയേക്കാം. അല്ലെങ്കിൽ അള്ളാഹുവിനെ മറക്കുന്ന ദാരിദ്ര്യം നിനക്കുണ്ടായേക്കാം. ഇപ്പൊ നല്ല സമ്പത്തുണ്ട്, ആ സമ്പത്തൊക്കെ അള്ളാഹുവിന്റെ ഒരു പരീക്ഷണാർത്ഥം അതൊക്കെ ഇല്ലാതാകാം. ബിസിനസ്സുകളൊക്കെ പൊളിഞ്ഞ് തൽപ്പണമായേക്കാം. അതുപോലെ എഴുന്നേൽക്കാൻ പോലും പറ്റാത്തതായിരിക്കുന്ന രീതിയിലുള്ള രോഗം നിനക്ക് പിടിപെട്ടേക്കാം. ഇന്നത്തെ വർത്തമാന സാഹചര്യത്തിൽ പേര് പോലും അറിയാൻ സാധിക്കാത്ത രോഗങ്ങളാണ് മനുഷ്യന് പിടിപെട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഡോക്ടർമാർ നമ്മൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞതിന്റെ ആ റിസൾട്ട് ഒന്ന് ബയോപ്സിക്ക് വിടാൻ പറഞ്ഞ ഇന്നത്തെ സാഹചര്യത്തിൽ മനുഷ്യന് ഉറക്കമില്ല. പിന്നെ വ്യാപരാധികളാണ്, സമാധാനമില്ല, ഇരിക്കാൻ ഒരിട്ടും സമയമില്ല, ഒക്കെ ഇങ്ങനെ ആലോചിച്ച് വ്യാപരാധിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അല്ലെങ്കിൽ പെട്ടെന്നുള്ള മരണം വന്നെത്താം. നമ്മുടെയൊക്കെ വർത്തമാന സാഹചര്യത്തിൽ പെട്ടെന്നുള്ള മരണങ്ങൾ ഇങ്ങനെ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. വയറ്റും വയസ്സാകാത്ത ചെറുപ്പക്കാരിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കുഴഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുമ്പോ, അതുപോലെ മറ്റൊരു കാര്യമാണ് വകതിരിവില്ലാത്ത വാർദ്ധക്യം നിനക്ക് എത്തിയേക്കാം. ഇതൊന്നുമല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ദജ്ജാൽ എന്ന് പറയുന്ന ലോകത്തിന് ഏറ്റവും വലിയ ഫിത്ന നമ്മിലെ പിടിപെട്ടേക്കാം. നമ്മളൊക്കെ വളരെ ഭയാനകരമായ ഒരു അപകടമാണ് ദജ്ജാലിന്റെ ഫിത്ന. ആ ഫിത്ന നമ്മിലേക്ക് ഭയപ്പെട്ടേക്കാം. അതുപോലെ ഖിയാമത്ത് നാൾ വരുന്നുണ്ട് എന്ന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം.